ഹലോ, എല്ലാവർക്കും സോഫീസ് നെസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഞാൻ ഫിലിപ്സിൻ്റെ ഒരു എയർ ഫ്രയർ വാങ്ങിച്ചു. നല്ല സൂപ്പർ വർക്കിംഗ് ആണ്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരു തുള്ളി പോലും എണ്ണയില്ലാതെ വളരെ ക്രിസ്പായിട്ട് നമുക്കെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് നോക്കി, ഫിഷ് ഫ്രൈ ചെയ്ത് നോക്കി, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി, അങ്ങനെയൊക്കെ ഉണ്ടാക്കിയപ്പോൾ പെർഫെക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു തുള്ളി പോലും എണ്ണയില്ലാതെ വളരെ ഹെൽത്തി ആയിട്ട് പാചകം ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് എയർ ഫ്രയർ. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഐറ്റം. 2 നോബാണുള്ളത്. മുകളിലത്തെ നോബ് ടൈം സെറ്റ് ചെയ്യാനും അടിയിലത്തെ നോബ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാനും. വളരെ ഈസിയാണ് ഉപയോഗിക്കാനൊക്കെ. ജസ്റ്റ് ഇതിൻ്റെ കുക്കിംഗ് ട്രേ ഒക്കെ ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് തുറക്കാൻ പറ്റും. അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടയ്ക്കാനും പറ്റും. ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് തുറക്കാൻ പറ്റും. ഇത് 2 ട്രേ ആണ്, കൂട്ടി യോജിച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് 2 പീസാക്കി മാറ്റാൻ പറ്റും. കണ്ടോ, ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രേ 2ഉം കൂടെ ഒന്ന് വേർതിരിച്ചെടുക്കാം. അതിനുശേഷം അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ യോജിപ്പിക്കാനും പറ്റും. അതുപോലെ തന്നെ എന്നിട്ട് യോജിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. കണ്ടോ, ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസ് ചെയ്യാനും പറ്റും. വളരെ ഈസിയാണിത് ഉപയോഗിക്കാനൊക്കെ. കണ്ടോ, അടിയിലത്തെ ടെമ്പറേച്ചറിൻ്റെയാണ്, മുകളിലത്തെ നോബ് ടൈം സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. ഇവിടെ ലൈറ്റ് കത്തും വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ ഐറ്റത്തിന് എത്ര ടെമ്പറേച്ചർ വേണം, എത്ര ടൈം വേണമെന്ന് ഈ എയർ ഫ്രയറിൻ്റെ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം ടൈമൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓരോ ഐറ്റത്തിനും എത്ര ടെമ്പറേച്ചർ വേണമെന്നുള്ളത്. ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് യൂസിന് മുമ്പ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഞാൻ ഡിറ്റർജൻറ്റ് വെച്ചിട്ട് ലിക്വിഡ് വാഷ് വെച്ചിട്ടൊന്ന് വാഷ് ചെയ്ത് തിളച്ച വെള്ളത്തിലൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ബോയിൽ ചെയ്ത വെള്ളത്തിലൊന്ന് തിളപ്പിച്ച വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം, നല്ലതാണ്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് തുടച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അതിനുശേഷം ഞാൻ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ മീൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ വീട്ടിൽ വറക്കണ പോലെ തന്നെ മസാല പരട്ടിയ മീനാണ്. ജസ്റ്റ് ഓയിൽ പുരട്ടിയതിന് ശേഷം ആ ട്രേയിലൊന്ന് നിരത്തി കൊടുക്കാം. ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. ഒരു ഫാമിലിക്ക് പാകത്തിനുള്ള വറക്കാനുള്ള സ്പേസൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതിൻ്റെ കപ്പാസിറ്റി 4.1 ലിറ്ററാണ്. പാകത്തിനൊരു ന്യൂക്ലിയർ ഫാമിലിയിൽ 4 പേര് 5 പേരൊക്കെ ഉള്ള ഫാമിലിക്ക് പറ്റിയ വലിപ്പമാണിത്. അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ ഞാൻ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. വളരെ കുറച്ച്, അത് വേണം നിർബന്ധമൊന്നുമില്ല. മീനിലും ചിക്കനിലൊക്കെ അത്യാവശ്യം ഓയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഒട്ടും ഓയിൽ വേണ്ടാത്തവർ ഉപയോഗിക്കണമെന്നില്ല. പക്ഷെ ഞാൻ ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ടൈം സെറ്റ് ചെയ്ത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെക്കാം. കണ്ടോ, ഞാനൊരു 10 മിനിറ്റ് 180 ഡിഗ്രി സെൽഷ്യസിലാണ് വെച്ചത്. ഇപ്പം നല്ലതായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല കളറൊക്കെ മാറി, കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടല്ലോ. ഇനിയൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡും കൂടി ഒന്ന് ഇതുപോലെ ക്രിസ്പായിട്ട് വരാൻ വേണ്ടിയിട്ട്. വീണ്ടും ഞാനൊരു 5 മിനിറ്റ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഓയിൽ ഒന്നുകൂടി മറ്റേ സൈഡിലും ബ്രഷ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാൻ ബ്രഷ് ചെയ്തിട്ടില്ല. എല്ലാവരും അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. കണ്ടോ, ഇപ്പം 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. അത്ര ക്രിസ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എണ്ണ വളരെ കുറച്ചൊന്ന് ബ്രഷ് ചെയ്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള കുക്കിംഗ് ആണ് നമുക്ക് എയർ ഫ്രയർ വെച്ച് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. അടുത്തത് ഞാൻ ഫ്രഞ്ച് ഫ്രൈസാണ് ഉണ്ടാക്കുന്നത്. 2-3 പൊട്ടറ്റോ ഞാൻ എടുത്തിട്ടുണ്ട്. തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് നേരം വെള്ളത്തിലൊന്ന് മുക്കി വെക്കണം, നല്ലതാണ്. അതിൻ്റെ ആ മട്ടൊക്കെ ഒന്ന് മാറി നന്നായിട്ട് ഫ്രഷ് വാട്ടറിൽ 2-3 പ്രാവശ്യം വാഷ് ചെയ്തെടുത്താലും മതി. നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു ടവലിൻ്റെ മുകളിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം, ഒപ്പിയെടുക്കണം. ഇത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടർക്കി ടവലിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടോ നന്നായിട്ടൊന്ന് നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം പൊട്ടറ്റോയുടെ പീസുകൾ. കണ്ട, നന്നായി വാഷ് ചെയ്തിട്ടുണ്ട്. 2-3 പ്രാവശ്യം ഞാൻ വെള്ളം മാറ്റി വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടവലിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒപ്പിയെടുക്കാം. നന്നായി വെള്ളം വറ്റിയതിന് ശേഷം ഒപ്പിയെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് പാകത്തിന് ഉപ്പും 1 ടീസ്പൂൺ എണ്ണയുമാണ് ഞാൻ ചേർത്ത് മിക്സ് ചെയ്യണത്. പാകത്തിന് ഉപ്പും ചെറിയ എണ്ണ ചേർക്കണം, അല്പം എണ്ണ ചേർക്കണം തന്നെ ആയിരിക്കും ഇത്തിരി ടേസ്റ്റ്. 1 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കുക്കിംഗ് ട്രേയിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കിംഗ് ട്രേയിൽ ബ്രഷ് ചെയ്തോളോ, ഓയിൽ ബ്രഷ് ചെയ്തോളോ. നോൺ സ്റ്റിക്കാണ്, സ്റ്റിക്ക് ആവുമൊന്നുമില്ല. എന്നാലും ഒരു പ്രിക്കോഷൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒന്ന് ബ്രഷ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതും ഞാനൊരു 10 മിനിറ്റ് നേരമാണ് ആദ്യം 10-12 മിനിറ്റ് നേരം ഒരു 180 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാൻ വെക്കാൻ പോണത്. എന്നിട്ട് നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത്. എന്നിട്ട് നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് കുറവാണെങ്കിൽ നമുക്ക് ഇത്തിരി കൂട്ടി വെച്ച് കൊടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ ഈസി ആയിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ടെമ്പറേച്ചറും ടൈമും സെറ്റ് ചെയ്യാം. ഒരു 10-12 മിനിറ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടെമ്പറേച്ചർ ഒരു 180 to 200 ഡിഗ്രി സെൽഷ്യസ് വരെ വയ്ക്കാം നമുക്ക്. കണ്ടോ, ഇപ്പോൾ തന്നെ അത് ഒരു 12 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് കളർ മാറി ക്രിസ്പായിട്ടുണ്ട്. ഇനി ഒത്തിരി കൂടി വേണമെങ്കിൽ ക്രിസ്പാവണമെങ്കിൽ ഒന്നുകൂടി ഒരു 3-4 മിനിറ്റ് കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടി വെച്ച് കൊടുക്കാം. നമുക്ക് എത്ര ക്രിസ്പിനെസ് വേണോ അതിനനുസരിച്ച് ടൈം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ടൈം വെച്ചിട്ട് എടുത്തിട്ട് പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അതായിരിക്കും സേഫ്. ഇപ്പോൾ നല്ല ടേസ്റ്റി ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. ഇതെൻ്റെ തന്തൂരി ചിക്കൻ്റെ മസാലയാണ്. ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊന്ന് കണ്ടു നോക്കിക്കോളൂ. ഇതുപോലെ തന്തൂരി ചിക്കൻ റെഡിയാക്കിയിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്താൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അതിൻ്റെ മുകളിൽ ഞാൻ ഇത്തിരി ബട്ടറാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്യണേ ഉള്ളൂ. ഇതും ഞാൻ അതുപോലെ തന്നെ ഒരു 10-12 മിനിറ്റ് ഒരു 180-200 ഡിഗ്രി സെൽഷ്യസിൽ വെച്ച് കൊടുക്കാം. 180 to 200 ഡിഗ്രി സെൽഷ്യസിലാണ് വെച്ചത്. കണ്ടു, ഇപ്പോൾ തന്നെ ഒരു സൈഡ് നന്നായിട്ട് ക്രിസ്പായിട്ടുണ്ട്. വീണ്ടും ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് ബ്രഷ് ചെയ്യാം, ഓയിൽ ബ്രഷ് ചെയ്യാം. ഇത് ബട്ടറാണ് ബ്രഷ് ചെയ്തിരിക്കുന്നത്. അത് അവനവൻ്റെ ഇഷ്ടം അനുസരിച്ച് ഓയിലോ ബട്ടറോ എന്ത് വേണേലും ബ്രഷ് ചെയ്യാം. കണ്ടോ, വീണ്ടും ഞാനൊരു 10 മിനിറ്റ് കൂടി വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് നിറം മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, ക്രിസ്പായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. കണ്ടോ, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വീണ്ടും വേറെ ബാക്കി ഉണ്ടായിരുന്നു, വീണ്ടും ഞാൻ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ക്രിസ്പായി വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ആയിട്ടുണ്ട്. അതുപോലെ മത്തിയൊക്കെ ഞാൻ ഇതുപോലെ വറുത്തെടുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.